ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും നല്ല നല്ല റോളുകൾ സിനിമയിൽ കിട്ടാത്തത്? അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആ ഒരു സ്റ്റാറ്റസിനെ അവഗണിക്കുന്ന പോലെയല്ലേ? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നല്ലൊരു അവസരം കിട്ടാത്തതെന്ന് വെച്ചാൽ ഈ പാറാട്ടണ്ണനും പെരേരയും കാരണം എന്നാണ് തോന്നുന്നത്. കാര്യം മൂന്ന് ഡയറക്ടർമാരെ ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത്, പേഴ്സണലി പറഞ്ഞത്, അതായത് അവരോട് അസിസ്റ്റന്റിനോട് പറഞ്ഞത് മറ്റവന്റെ കൂടെ ഉള്ളല്ലേ, ആര് ആറാട്ടന്റെ കൂടെ ഉള്ളല്ലേ, മറ്റേ ജോസ് പെരേരയുടെ കൂടെ ഉള്ളല്ലേ. അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളവരെല്ലാവരും നല്ലവരാണോ? ഇവർക്ക് എല്ലാവർക്കും ആരൊക്കെയായിട്ട് ബന്ധം? ഇപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങളൊന്നും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്നത് അത്ര വലിയ കാര്യങ്ങളൊന്നും സിനിമാക്കാർ അഭിനയിക്കുന്നുണ്ട്. വേറെ കേസ് വെച്ചാൽ സിനിമാക്കാർ എന്തുകൊണ്ട് ആറാട്ടണ്ണനെ പേടിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഓരോ സിനിമയിൽ വലിയ വലിയ റോളുകൾ ചെയ്യുന്നുണ്ട്. അതെ അതെ, അത്ര ഇവര് ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഈ പറയുന്നവർക്കുള്ള പ്രശ്നം? എന്താണ് ഇവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ആറാട്ടണ്ണ ജോസ് പെരേരയും എന്തോ സിനിമാക്കാർക്ക് എന്തോ കണ്ണി കുരുവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്നെ ആട്ടി ഓടിക്കാൻ കാര്യമില്ല. ഒരിടയ്ക്ക് റിവ്യൂ പറഞ്ഞു, ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ പടവും ഇപ്പൊ എത്ര പൊട്ടപ്പടയിലും നല്ല പടം ടിക്കറ്റ് എടുത്ത് തന്നതിന്റെ ഒരു നന്ദി കാണിക്കാറ്. പിന്നെ ചില സമയങ്ങളിൽ ആറാട്ടനാണെങ്കിൽ ഇന്റർവെല്ലിൽ ഇറങ്ങി പോയിട്ട് പടം ഇന്റർവെല്ലിന്റെ സമയത്ത് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് മീഡിയക്കാർ നിർബന്ധിച്ച് കൊടുത്തതാന്നൊക്കെയാണ് പറയുന്നത്. ഐഡിയ കിട്ടിയല്ല, അതാ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും സെക്കൻഡ് പടത്തിന് ഇടി കിട്ടിയായിരുന്നു ആറാട്ടണ്ണന്. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് നിർബന്ധിച്ച അണ്ണനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ആ റിവ്യൂ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അണ്ണനോട് തന്നെ ചോദിക്കണം. കാര്യം ഇന്റർവെല്ലിൽ ഞാൻ നോക്കുമ്പോ അണ്ണനെ പിടിച്ചിട്ട് ഇടിക്കണേ കണ്ട. അതുകൊണ്ടായിരിക്കും സിനിമാക്കാർക്ക് ഇവരോട് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ ശത്രുത തോന്നുന്നുണ്ടോ? ആറാട്ടണ്ണനോടും ജോസ് പെരേരയോടും എന്തുകൊണ്ടാണ് ഇവർ ദേഷ്യം എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടണ്. നമ്മളിപ്പോ ഓരോ ഡയറക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടിട്ട് ഇനി ഇവരുടെ കൂടെ മാറാനും ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഇനിയും മാറേണ്ട കാര്യമില്ല, ഇനിയിപ്പോ അങ്ങനെ തന്നെ പോട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇനി വേണമെങ്കിൽ കയറ്റിയാൽ മതി സിനിമയിൽ. ഇനിയിപ്പോ ഏതായാലും സിനിമയിൽ അഭിനയിക്കണം എന്തിനാ? ഞാൻ ആഗ്രഹിച്ചത് 10 പേര് അറിയാം, അല്ലാണ്ട് ഇത് കിട്ടണ പൈസ എമൗണ്ട് ഒന്നുമല്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഞാനിവിടെ എറണാകുളം സിറ്റി ജനിച്ചു വളർന്നതാ, മനസ്സിലായ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്, ഞാൻ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് 10 പേര് തിരിച്ചറിയാം. അത് സിനിമയിൽ അഭിനയിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ. ഇപ്പൊ ഏതായാലും ഇവരോട് അറിയാം, എല്ലാവർക്കും അറിയാം. അല്ലാതെ ഇപ്പൊ വർക്കുകൾ കിട്ടുന്നുണ്ട്, അല്ലാതെ വർക്ക് ഉണ്ട്. ഇപ്പൊ ഷോർട്ട് ഫിലിമായിട്ട് ഷോർട്ട് ഫിലിം അല്ലാതെ എനിക്ക് തോന്നുന്നു അല്ലാതെ സീരിയൽ പരിപാടികൾക്ക് വിളിക്കുന്നില്ല. അതെ അതെ, പരിപാടികൾ വിളിക്കുന്നുണ്ട്. പിന്നെ സീരിയൽ വർക്ക് ഉണ്ട്. ഇപ്പൊ ഷിജു അരൂരിന്റെ പുതിയ സീരിയലിൽ ഞാൻ ഉണ്ടെന്നാണ് ഇപ്പൊ പുള്ളി ഇന്നലെ വിളിച്ചു തന്ന ഇൻഫർമേഷൻ എനിക്ക് ഇന്നലെ സാറ് തന്നത്. നമുക്ക് സിനിമയിൽ സീരിയൽ ചെയ്യാല്ല, സീരിയലിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതിപ്പോ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട്, അതേപോലെ പുരുഷന്മാരുടെ ഒരു സിനിമയിൽ ചാൻസ് വെച്ച് ചെന്നപ്പോ ഒരു നടിക്ക് എന്താ പറയാ ഒരു ലഹരി പദാർത്ഥം വേണോന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാനവിടെ ചാൻസ് വെച്ച് തന്നത്. നായികയുടെ വരുന്ന ഞാൻ പറയണ്ട. ചാൻസ് വെച്ച് തന്നപ്പോ എന്നോട് അസിസ്റ്റന്റ് ഇങ്ങനെ കുറെ നേരം അവിടെ നിന്ന്. അപ്പൊ വേറൊരാൾ വഴിയാണ് ഞാൻ ചെന്ന്. അപ്പൊ എന്നോട് വെച്ച് ഒരു നായികയുടെ പേരും പറയണ്ട, പുള്ളിക്കാരത്തേക്ക് ഒരു ലഹരി ഒരു സാധനം വേണം, എവിടെയെങ്കിലും കിട്ടുമോന്ന് ചോദിച്ചു. നായികയല്ലേ വെച്ച് അതിന്റെ അസിസ്റ്റന്റ് ചോദിച്ചാ. ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ പരിപാടിയില്ല, ഞാൻ ചാൻസ് വെച്ച് വന്ന. നിങ്ങൾ ആ ചാൻസ് തരാൻ പറ്റുമെങ്കിൽ തരിക. അപ്പൊ അതായത് ചിലപ്പോ നിങ്ങൾ ഈ സാധനം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ പടത്തിന് ചാൻസ് കിട്ടിയാല്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഞാൻ പറയാം എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല ആളല്ല, നമ്മുടെ ലഹരി സിനിമയാണ്. അതിലൊരു ചാൻസ് വെച്ച് തന്നപ്പോ അതിന്റെ അസിസ്റ്റന്റ് പറഞ്ഞ ഡയലോഗാണ്, ഒരു സാധനം കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു. അവർക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴൊന്നും ഒരു 8 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അല്ലെങ്കിൽ അത് ഞാൻ ആ ലഹരി ഞാൻ ആ പുള്ളിക്കാരത്തേക്ക് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോ ആ പടത്തിൽ ഉണ്ടായാലേ, നല്ലൊരു വേഷം ഇട്ടുണ്ടായാലേ. ഞാൻ പറയാം എനിക്ക് ആ പരിപാടി ഇല്ലെന്ന് പറഞ്ഞു.